ഇനി നമുക്ക് അട്ടപ്പാടിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സിനെക്കുറിച്ച് സംസാരിച്ചാലോ? ലോജിസ്റ്റിക് മേഖല വളരെയധികം വേഗം പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ അട്ടപ്പാടിയിലും അതിന് സാഹചര്യമുണ്ട്. ആദ്യം നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. അട്ടപ്പാടി റൂറൽ എക്സ്പ്രസ് എന്നായിക്കോട്ടെ. എക്സാമ്പിളാണേ. നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കാം. എന്നാൽ ആരും ഇത് സീരിയസായി കണ്ട് ഒരു ബിസിനസ് മാതൃകയിൽ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. ഒരു വ്യക്തിക്കോ വീട്ടുകാർക്കോ ആവശ്യമുള്ള സാധനങ്ങൾ ഹോം ഡെലിവറി കൊടുക്കുക എന്ന സിമ്പിൾ ഐഡിയയാണ്. അതെങ്ങനെ നമ്മുടെ നാട്ടിൽ കുറഞ്ഞ ചെലവിൽ നടത്താം എന്നൊരാശയമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. എറണാകുളം പോലെ വലിയ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ് എന്നീ കമ്പനികൾ പ്രവർത്തിക്കുന്ന പേഴ്സൺ ടു പേഴ്സൺ ഡെലിവറി നമുക്ക് അട്ടപ്പാടിയിൽ പ്രായോഗികമല്ല. കാരണം നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ അതിനനുവദിക്കുന്നില്ല. എന്നാൽ ജിയോമാർട്ട്, ബിഗ് ബാസ്ക്കറ്റ് പോലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുപയോഗിക്കുന്ന ഷെഡ്യൂൾഡ് ഡെലിവറി പോലെയുള്ള മാതൃക നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഏതൊരു ബിസിനസ്സും പോലെ തുടങ്ങിയ അന്ന് തന്നെ നമുക്ക് ഓർഡറുകൾ ലഭിക്കണമെന്നില്ല. അത് സ്കെയിൽ ചെയ്യാനായി സമയമെടുക്കും. തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന ഓർഡറുകൾ പരിമിതമായിരിക്കും. എന്നാൽ അത് നിരന്തരമല്ല. കാരണം ലോകം മാറുകയാണ്, ലോജിസ്റ്റിക് മേഖലയും. ഇനി ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന കാര്യത്തിലേക്ക് പോകാം. ആദ്യം ഓർഡർ എടുക്കുന്ന രീതി നോക്കാം. വാട്സാപ്പ് ബിസിനസ് വഴിയും ഗൂഗിൾ ഫോം വഴിയും ഓർഡറുകൾ സ്വീകരിക്കാവുന്നതാണ്. ഗൂഗിൾ ഫോം വഴി എടുക്കുന്ന ഓർഡറുകൾക്ക് കുറച്ചുകൂടി കൃത്യത കൂടുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ കൃത്യമായി ഒരു ഡേറ്റ സൂക്ഷിക്കാൻ ഇതുവഴി സാധിക്കും. ഓർഡർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്തത് പാക്ക് ചെയ്യണമല്ലേ? അതിനായി വലിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റോക്ക് ഇറക്കുന്നത് തുടക്കമെന്ന നിലയ്ക്ക് വലിയൊരു റിസ്ക് തന്നെയാണ്. നമുക്കടുത്തുള്ള ഏതെങ്കിലും ഹോൾസെയിൽ ഡീലറെ സമീപിക്കാം. അന്നന്ന് വാങ്ങുന്ന സാധനങ്ങൾക്കുള്ള പണം അന്ന് തന്നെ സെറ്റിൽ ചെയ്യുന്ന പോലെ സംസാരിച്ച് ഡീൽ ഉറപ്പിക്കാം. സ്ഥിരമായി ഓർഡർ എടുക്കാമെന്നൊരു ഉറപ്പ് കൊടുത്താൽ സമ്മതിക്കാൻ സാധ്യതയുണ്ട്. അത് പലചരക്ക് സാധനമായാലും പച്ചക്കറി, ഫിഷ്, മീറ്റ്, ബേക്കറി എല്ലാം അങ്ങനെ തന്നെ സംസാരിച്ചു നോക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം റൺ ചെയ്യാനുള്ള പണം നമ്മൾ കയ്യിൽ കരുതണം. ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അന്ന് ഡെലിവറി കഴിയുമ്പോൾ തന്നെ തിരിച്ചു വരുന്നതിനാൽ അത് വലിയൊരു റിസ്ക് അല്ല. ഇനി ഡെലിവറി ചാർജ് സംബന്ധിച്ച് സംസാരിക്കാം. നമ്മുടെ നാട്ടിൽ ദൂരെയുള്ള ആളുകൾ ടൗണിൽ വന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവർക്ക് യാത്രയ്ക്കായി ചിലവക്കുന്ന തുകയുടെ പകുതി പോലും ഡെലിവറി ചാർജായി വാങ്ങേണ്ടിവരില്ല. അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് കുറഞ്ഞ പൈസയും ദൂരം കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായി ഡെലിവറി ചാർജ് വാങ്ങാവുന്നതാണ്. കൂടാതെ ഒരു വെയ്റ്റ് ലിമിറ്റിനപ്പുറം വരുന്ന ഓർഡറിന് എക്സ്ട്രാ ചാർജും പ്ലാൻ ചെയ്യണം. എല്ലാവിധ സാധനങ്ങളും വീടിന്റെ അടുത്ത് കിട്ടും എന്നുള്ളതിനാൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകൃഷ്ടരാകാൻ സാധ്യതയുണ്ട്. കസ്റ്റമേഴ്സിന് ലാഭകരമായി കൊടുക്കാൻ പറ്റുന്ന തിരഞ്ഞെടുത്ത നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റും മാർക്കറ്റ് വിലയേക്കാൾ മാർജിൻ കുറച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റും സ്റ്റോക്ക് ചെയ്താൽ സ്പെഷ്യൽ ഓഫറായി സാധനങ്ങൾ കൊടുക്കാനും അതിലൂടെ കസ്റ്റമേഴ്സിനെ കൂടാനും സാധിക്കും. കൂടാതെ ഓരോ ഓർഡറിനൊപ്പവും ഗ്രീറ്റിംഗ് കാർഡും കൊടുത്ത് മാക്സിമം പരസ്യം ചെയ്യണം. ഡെലിവറി ചാർജും സാധനങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭവിഹിതവും കൂടി ഒരു ഡെലിവറിക്ക് 50 രൂപ കണക്കാക്കിയാൽ പോലും ദിവസം ഒരു 50 ഡെലിവറി ചെയ്യാൻ സാധിച്ചാൽ 2500 രൂപ സമ്പാദിക്കാൻ ഈസിയായി പറ്റും. ഡെലിവറികളുടെ എണ്ണം മാക്സിമം നമ്പറിലെത്തിച്ചാൽ വലിയ മുതൽമുടക്കില്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സായി എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞ ബിസിനസ് നിങ്ങൾ പലരും അട്ടപ്പാടിയിൽ ചെയ്യാൻ ആലോചിച്ചതാണോ? അതോ ഇങ്ങനെ സൗകര്യം വന്നാൽ ഉപയോഗിക്കാം എന്നു കരുതുന്നവരാണോ? ആണെങ്കിൽ കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യൂ.